ഭാഗവതം വായിക്കാൻ ആഗ്രഹമില്ലാത്തവർ ആരാണുള്ളതല്ലേ? പക്ഷേ അത് കുറച്ച് ബുദ്ധിമുട്ടുമാണ്. അതിനൊരു പരിഹാരമാണ് ഏകശ്ലോകി ഭാഗവതം. നമ്മളൊക്കെ ഏകശ്ലോകി രാമായണം എന്ന് കേട്ടിട്ടുണ്ട്, അത് ചൊല്ലാറുമുണ്ട്. രാമായണം മുഴുവൻ വായിക്കാൻ സാധിക്കാത്തവർ ഏകശ്ലോകി രാമായണം പാരായണം ചെയ്താൽ മതിയാകും. അതേ ഫലം തന്നെയാണ് ഈ ഒരു ഏകശ്ലോകി ഭാഗവതത്തിനും. മന്ത്രം ഇതാണ്: ആദൗ ദേവകീ ദേവി ഗർഭച്ഛനം ഗോപീഗൃഹേ വർദ്ധനം മായാപൂതന ജീവിതാപഹരണം ഗോവർദ്ധനോദ്ധാരണം കംസച്ഛേദന കൗരവാദിഹനനം കുന്തിസുധാപാലനം ഏതദ് ഭാഗവതം പുരാണകഥിതം ശ്രീകൃഷ്ണലീലാമൃതം. ശ്രീമദ് ഭാഗവതം ഭഗവാൻ ശ്രീകൃഷ്ണൻ തന്നെയാണെന്നാണ് വ്യാസഭഗവാൻ പറയുന്നത്. ഭഗവാന്റെ അനുഗ്രഹം നേടാനുള്ളൊരു വഴിയാണ് ഭക്തിയോടെയുള്ള ഭാഗവത പാരായണം എന്ന് പറയുന്നത്. അതല്പം ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഏകശ്ലോകി ഭാഗവതം നമ്മൾ ചൊല്ലുന്നത് നല്ലതാണെന്ന് പറയുന്നത്. ഭഗവാന്റെ എല്ലാ പുണ്യവും നിറഞ്ഞ ശ്ലോകമാണ് ഈ ഒരു ഏകശ്ലോകി രാമായണം. നമ്മൾ എല്ലാ ദിവസവും ഭഗവാൻ ഗുരുവായൂരപ്പനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട്, അല്ലെങ്കിൽ വെങ്കടേശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഒരു തവണ ഈ ഒരു ഏകശ്ലോകി ഭാഗവതം ജപിച്ചാൽ ഭാഗവതം മുഴുവൻ ജപിച്ച ഫലം നമുക്ക് ലഭിക്കും. അതുമാത്രവുമല്ല, കൃഷ്ണക്ഷേത്രങ്ങളിൽ, പ്രത്യേകിച്ച് തിരുമല തിരുപ്പതി, അമ്പലപ്പുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ഗുരുവായൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, അങ്ങനെ ഭഗവാന് പ്രാധാന്യമുള്ള ക്ഷേത്രങ്ങളിൽ, ഇനിയിപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള കുഞ്ഞ് കൃഷ്ണക്ഷേത്രങ്ങളാണെങ്കിലും അവിടെ സന്ദർശിക്കുമ്പോൾ ഇത് മനഃപ്പാഠമാക്കി നമ്മൾ ഒരു പ്രാവശ്യം ചൊല്ലിക്കൊണ്ട് ചുറ്റുന്നതും വളരെ വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ എല്ലാവരും ഇത് മനഃപ്പാഠമാക്കി ചൊല്ലാൻ ശ്രമിച്ചോളൂ.